നമസ്കാരം. ഒരാണ്ട് തികച്ച് വക്രദൃഷ്ടി. മാതൃഭൂമി ന്യൂസിൻ്റെ രാഷ്ട്രീയ വിമർശഹാസ്യ പരിപാടിയായ വക്രദൃഷ്ടി ഓണം നാളിൽ ഒരാണ്ട് തികച്ചു. 2015 സെപ്റ്റംബർ 14 തുടങ്ങി 220 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയ വക്രദൃഷ്ടിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകർ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത്. ഈ അംഗീകാരത്തിന് എല്ലാ പ്രേക്ഷകർക്കും നന്ദി. സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സൗമ്യയെ ട്രെയിനിൽ നിന്ന് ഗോവിന്ദച്ചാമി തള്ളിയിട്ടതിന് തെളിവില്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അഥവാ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. വധശിക്ഷയ്ക്ക് സ്കോപ്പില്ലെന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. വൈകാരികമായാണ് ഈ വിഷയത്തോട് നാം എല്ലാവരും പ്രതികരിക്കുക. പക്ഷേ കോടതിക്ക് തെളിവുകൾ പ്രധാനമാണല്ലോ. അത് വേണ്ട വിധം കോടതിയെ ബോധ്യപ്പെടുത്താനായില്ലെങ്കിൽ ഇതുപോലെ ഏത് ഗോവിന്ദച്ചാമിമാരെയും ഇറക്കിക്കൊണ്ടുവരാൻ കഴിയും. ഇത്രയും നീചമായി എൻ്റെ കുട്ടീനെ ഇങ്ങനെ ചെയ്തിട്ട് അവസാനം തൂക്കുകയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ടത് കേൾക്കുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോകുന്ന വാക്കുകളാണ് സുപ്രീം കോടതി എനിക്ക് കേൾക്കേണ്ടി വന്നത്. ഇത്ര നേരം ഞാൻ നീതി കിട്ടുമെന്ന് വിചാരിച്ച ഞാനിപ്പം. വിചാരണ കോടതിയും ഹൈക്കോടതിയും ഗോവിന്ദച്ചാമിക്ക് വിധിച്ച വധശിക്ഷ ജീവപര്യന്തമായത് പ്രോസിക്യൂഷൻ്റെയും സർക്കാരിൻ്റെയും പരാജയമാണെന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ പോയ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് ആരാണ് എന്നായിരിക്കും അടുത്ത തർക്കം. കീഴ്ക്കോടതിയിൽ കേസ് നടത്തിയ പ്രോസിക്യൂട്ടറായ സുരേഷനുമായി ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി സുപ്രീം കോടതിയിലെ അഭിഭാഷകർ ചർച്ച നടത്തേണ്ടതായിരുന്നു. UDF ഗവൺമെൻറ് കാലത്ത് നിയോഗിച്ച ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മാറ്റം വരുത്താൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും കേസ് നടപ്പത്തിന്മേൽ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടുമില്ല. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സീനിയർ അഡ്വക്കേറ്റിനെ UDF വെച്ചിട്ട് നിങ്ങൾ എന്തിനു മാറ്റി? നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. സുപ്രീം കോടതിയിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് വാദിക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസിനെ അന്നത്തെ ഈ കേസ് പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. എല്ലാവരും വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുമ്പോൾ ഓണ ദിവസം ഉപവസിച്ചോ കഞ്ഞി മാത്രം കുടിച്ചോ സമരം ചെയ്യുന്നവരുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഓണം ദിവസം സമരം ചെയ്തവരെ സന്ദർശിക്കാൻ ജില്ലയുടെ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ എത്തിയെന്ന് മാത്രമല്ല, കിടപ്പാടത്തിനു വേണ്ടി സമരം ചെയ്ത വലിയ തുറയിലെ മത്സ്യത്തൊഴിലാളികളുടെ കഞ്ഞിയും ഉണക്കമീനും കഴിച്ചാണ് മന്ത്രി മടങ്ങിയത്. ഓണസദ്യയേക്കാൾ കെങ്കേമമായിരുന്നു തിരുവനന്തപുരത്തുകാർ കരുവാട് എന്ന് പറയുന്ന ഉണക്കമീൻ സദ്യയെന്ന് മന്ത്രിയുടെ അനുഭവ സാക്ഷ്യം. വീടുകളില്ലാത്ത സമരം, മക്കളൊക്കെ സ്കൂളിൽ പോകാതെ പള്ളികളിലാണ് കിടക്കുന്നത്, സ്കൂള് ഇതിലാണ് കിടക്കുന്നത്. വർഷം തോറും കടലാക്രമണത്തിൽ വീടുകൾ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് ഏത് ഭരണക്കാർ വന്നിരുന്നാലും ഞങ്ങളെ ഒരു വാക്ക് നല്ല വാക്ക് പറയുകയോ എടുക്കുകയോ യാതൊരു ഇതുമില്ല. മാറി വരുന്ന ഭരണക്കാർ ഇന്ന് തരാം, നാളെ തരാം, 2 മാസത്തിനകം തരാം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കിയാണ്. ഞങ്ങളൊക്കെ എവിടെ പോയാലും ഞങ്ങൾക്ക് അവഗണനയാണ്.
ചേടത്തി അയ്യോ കൊച്ചമ്പ്രാനോ തോമാചായനെന്തി ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. നല്ല അസലും മീൻകറി വായിന്ന് വെള്ളം വരുന്നു. അപ്പ ഉണ്ടോ ഏടത്തി? ഞങ്ങൾ തന്നാ അവിടുന്ന് കഴിക്കോ? അതെന്നാ ചോദ്യം ഏടത്തി? നമ്മൾ തമ്മി എന്നാ വ്യത്യാസം? പുറത്ത് കഴിക്കുന്നവന്മാരറിയണ്ട, അറിഞ്ഞാൽ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ഉപ്പ് കറുവാട് ഉറവച്ച സോറ്, ഉപ്പ് കറുവാട് ഉറവച്ച സോറ് ഊട്ടിവിട നീ പോതും എനക്ക്. മുത്തമിട്ട് നെത്തിയില്ല മാർബുക്ക് മത്തിയില്ല செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டிவிட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி. കണ്ടില്ലേ, ജനിച്ച ശേഷം ചോറ് കാണാത്ത പോലെ ഒരുത്ത കിടന്ന് പൊളിഞ്ഞത്. ഈ വെള്ളം കുടിക്കാനുള്ളതാണോ? ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഉപ്പ് കറുവാട് ഉറ വച്ച സോറ് ഊട്ടിവിട നീ പോതും എനക്ക്. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ, ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? വാമനനാണോ മഹാബലിയാണോ കേമൻ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കഴിഞ്ഞ ഓണത്തിന് മഹാബലിയായി വേഷം കിട്ടിയ കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു ആ നിമിഷത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, അതും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ്റെ പദവിയിലുള്ള നേതാവ് മഹാബലിയായി വേഷം കിട്ടിയത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാം. ദേവന്മാരെ വരെ അസൂയപ്പെടുത്തിയ മഹാബലിയുടെ സദ്ഭരണത്തിൻ്റെ ഓർമ്മ പുതുക്കലിനെ വാമന ജയന്തിയാക്കുമ്പോൾ മഹാബലി സങ്കല്പത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് KC അബു. മഹാബലി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഒരു മനസ്സിൽ പതിഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു. ഒരിക്കലെങ്കിലും മഹാബലിയുടെ വേഷമണിയണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മഹാബലിയുടെ വേഷത്തിൽ ഒരിക്കൽ ജനങ്ങളോടൊന്ന് വോട്ട് ചോദിച്ചാൽ എന്താണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് കഴിഞ്ഞ ഓണത്തിന് മഹാബലിയുടെ വേഷത്തിൽ ഒന്ന് ഓണാഘോഷ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്താണ് എന്നെനിക്ക് തോന്നിയത്. ഓണത്തിൻ്റെ VVIP മറ്റാരുമല്ല, മഹാബലി തന്നെ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഓണത്തിന് ഏറ്റവും വലിയ VVIP എന്ന് പറയുന്നത് മഹാബലിയാണ്. ആ ചടങ്ങിൽ മന്ത്രിമാരുണ്ടായിരുന്നു, പല ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരെക്കാളും ശ്രദ്ധ പതിഞ്ഞത്, ആകർഷിക്കാൻ പറ്റിയത് എൻ്റെ മഹാബലിക്കായിരുന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശാന്ത് പ്രേമം സ്റ്റൈലിൽ കളക്ടർ ബ്രോ ആയി അബു മാവേലിയോടൊപ്പം അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നെ പണ്ട് കോഴിക്കോട് കളക്ടറായിരുന്ന മഹാബല റാവു ഒരിക്കലും അദ്ദേഹം പറയുണ്ടായി, എവരി ഫൂൾ ക്യാൻ ബി എ മിനിസ്റ്റർ ബട്ട് നോട്ട് എ കളക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. സാധാരണക്കാരന് കളക്ടറാകാൻ കഴിയില്ല. നല്ല കഴിവും നല്ല അതിനുള്ള അറിവും ഒക്കെ തന്നെ വേണം. അപ്പം അങ്ങനെ അറിവും അതിനുള്ള കഴിവും എല്ലാമുള്ള കോഴിക്കോട് കളക്ടർ എൻ്റെ തമാശ എന്ന് ചിലപ്പോൾ എൻ്റെ പാർട്ടിക്കാർക്ക് തന്നെ പലർക്കും പോലും ചിലപ്പോൾ പിന്നെ എൻ്റെ തമാശകൾ ഉൾക്കൊള്ളാൻ കഴിയാറില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. പക്ഷേ അദ്ദേഹം ഇത്ര വലിയ ആളായിട്ടും ഞാൻ പറഞ്ഞ തമാശകൾ അദ്ദേഹം മാത്രമല്ല, വേദിയിലുള്ള പല ആളുകളും അതിൻ്റേതായ ഒരു രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും
അതിൽ പങ്കാളിയാവുകയും ചെയ്തു. DCC പ്രസിഡന്റ് മാവേലി ആയത് പാർട്ടിയുമായി ആലോചിച്ചിരുന്നു. സഹപ്രവർത്തകരുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ എൻ്റെ പാർട്ടിയിലെ ഒരു നേതാവിനോടും സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മഹാബലിയുടെ വേഷം അണിയുന്നുണ്ട് എന്ന കാര്യം അതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, അത് ശരിയാണോ, അത് പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കില്ലേ, ഈ പോസ്റ്റിൻ്റെ ഒരു ഇമേജിന് അത് പ്രതികൂലമാവില്ലേ, അപ്പോൾ ഇത്രയും നാൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ആ ഒരു ഇമേജ് ഇതോടുകൂടി താറുമാറാകില്ലേ എന്നൊക്കെ പറയാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളോട് പോലും ആലോചിക്കാതെ തന്നെയാണ് സത്യത്തിൽ ഞാൻ മഹാബലി വേഷം കെട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, കഴിഞ്ഞ ഓണം, ഈ നഗരത്തിൻ്റെ ഓണം, അത് ക്യാച്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് കഴിഞ്ഞു, എൻ്റെ ആ ഒരു വേഷം കെട്ടലിലൂടെ. മഹാബലിയുടെ ഒരു ആശയത്തിലാണ് എനിക്കുള്ള വിശ്വാസം. എല്ലാവരെയും സമന്മാരായി കാണുക, എല്ലാവരോടും തുല്യത കാണിക്കുക, ദാനശീലം, സത്യസന്ധത ഇത് ഉയർത്തിപ്പിടിക്കുക. KC അബുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലെ ഒരു പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ചിലർ. അന്ന് തൻ്റെ മാവേലി വേഷത്തെയാണ് താൻ സെക്കുലർ ആണെന്നതിന് തെളിവായി KC അബു നിരത്തിയത്. K മുരളീധരനും MK രാഘവൻ MPയും മുൻമന്ത്രി ശങ്കരൻ വക്കീലും PV ഗംഗാധരനും ഉണ്ടല്ലോ കോഴിക്കോട്ട് കോൺഗ്രസ് നേതാക്കളായിട്ട്. എന്നിട്ടും മാവേലി വേഷം കെട്ടാൻ KC അബു തന്നെ വേണ്ടി വന്നു. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കുടിമുട്ടിക്കുന്നതിനെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി മദ്യപർ.